നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാള സിനിമയിലെ ചില പ്രതിസന്ധിയെക്കുറിച്ച് ചില നിർമ്മാതാക്കളെല്ലാം പരാതിപ്പെടുകയുണ്ടായി. മലയാള സിനിമയിൽ ജോലി ചെയ്യുന്നവർ ഒരു സമരത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ഇത്രയും വരുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇത്രയും സംഭവങ്ങൾ വായിക്കുമ്പോൾ, ഇത്രയും സംഭവങ്ങൾ അറിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് പണ്ഡിറ്റിന്റെ ചില പ്രവചനങ്ങൾ ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട്. എടുക്കുന്ന നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസം ഇപ്പോൾ തന്നെ 28 സിനിമകൾ റിലീസാവുകയും ഒരു സിനിമ മാത്രമാണ് അതിൽ ഹിറ്റായി എന്ന് പറയുന്നു. ഇപ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പുള്ള വർഷത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു 300 സിനിമ ഇറങ്ങുമ്പോൾ മാക്സിമം ഒരു 20 സിനിമ ഒക്കെയാണ് ഇവിടെ മുതൽ മുടക്ക് തിരിച്ചു കിട്ടുന്നത്. ഈയിടെയായിട്ടുള്ള പ്രതിസന്ധിയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ OTT റൈറ്റ്സ് നമുക്കറിയാൻ പറ്റും. മുമ്പൊക്കെ, അതായത് OTT റിലീസിലേക്ക് മലയാള സിനിമ പോയ സമയത്ത് അതിൻ്റെ വെരി ഫസ്റ്റ് ഡേ സന്തോഷ് പണ്ഡിറ്റ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അന്ന് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. എന്നോട് ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു, ഇപ്പോൾ ഓഡിയോ റൈറ്റ്സ്, വീഡിയോ റൈറ്റ്സ്, അതായത് CD DVD റൈറ്റ്സ് ആ സമയത്ത്, അതോടൊപ്പം ഇപ്പോൾ സാറ്റലൈറ്റ് റൈറ്റ്, ഇപ്പോഴിതാ ഒരു OTT റൈറ്റ്സ് വന്നിരിക്കുന്നു, വലിയൊരു കാര്യമില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞേട്ടാ, ഇത് നിങ്ങൾക്ക് വലിയൊരു പണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം OTT ഒരു നിശ്ചിത പൈസയ്ക്ക് എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് 5 പൈസയുടെ ഗുണമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ സബ്സ്ക്രൈബേഴ്സാണ് OTTയിൽ ആളുകൾക്ക് വേണ്ടത്. അപ്പോൾ കൂടുതൽ ഹിറ്റാവുന്ന സിനിമകൾ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ വരുമ്പോൾ ആളുകൾ കൂടുതലായി സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് അവർക്ക് ഒരു പണം ഉണ്ടാക്കാം. ഇതാണ് OTT ഉദ്ദേശിച്ചത്. അല്ലാണ്ട് സിനിമ എടുക്കുന്നതുകൊണ്ട് അതിനകത്ത് ഗുണമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു പണിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് എൻ്റെ പ്രഡിക്ഷനാണ്, OTT തുടങ്ങിയ ദിവസം സന്തോഷ് പണ്ഡിറ്റ് നടത്തിയ പ്രഡിക്ഷനാണ്, നിങ്ങൾ നല്ല സിനിമകളൊന്നും സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ OTTക്ക് കൊടുക്കരുത്. കാരണം പിന്നീട് മലയാള സിനിമയുടെ ആ കാഴ്ചക്കാരുടെ പെർസെപ്ഷനിൽ അവരുടെ സംസ്കാരം മാറും. ഞാൻ പറഞ്ഞു, ഇനി മുതൽ മലയാള സിനിമ 2 രീതിയിൽ വരും. OTTയിലൊക്കെ കാണാവുന്ന സിനിമ, അതായത് കുറച്ച് സിമ്പിൾ ആയിട്ടൊക്കെ വന്ന ഫീൽ ഗുഡ് സിനിമകളൊക്കെ പിന്നീട് OTTയിൽ മാത്രം കാണുന്ന സിനിമ എന്ന രീതിയിലേക്ക് മാറും. മറിച്ച് ഭയങ്കര സംഭവമായിട്ടെടുക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകളും ഇങ്ങനെയുള്ള സിനിമകൾ മാത്രം അത് തിയേറ്റർ വാച്ചാണ് കേട്ടോ എന്ന് പറയും. അതായത് അത്രയും കാലം അങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടായിരുന്നില്ല. അതായത് OTT വരുന്നതിലൂടെ 2 രീതിയിൽ വരും. അടുത്തത് അന്ന് ഞാൻ പറഞ്ഞ സംഭവമാണ്, തിയേറ്ററിലൊക്കെ ഇങ്ങനെ അധികം ടിക്കറ്റ് ചാർജ് ഒബിയസ്ലി ഉണ്ടായേ പറ്റും. അതോടൊപ്പം അവിടുത്തെ ഭക്ഷണത്തിന്റെ ചിലവൊക്കെ എന്നൊക്കെ പറയുന്ന ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും കൂടെ പോയിട്ട് ഒരു സിനിമ കണ്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് വലിയൊരു പൈസയുടെ സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്. അപ്പോൾ ഒറ്റ സിനിമ കാണാൻ നമ്മൾ ചെലവഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ പോരെ എന്നൊരു വീട്ടുകാർ ചിന്തിക്കും. പിന്നെ ഇങ്ങനെ OTTയിലേക്ക് സിനിമകൾ വരുമ്പോൾ OTTയിൽ സിനിമ വരട്ടെ എന്ന് ആളുകൾ ആഗ്രഹിക്കും. കാരണം ഇവരിപ്പോൾ 28 ദിവസം കൊണ്ടൊക്കെ തന്നെ സിനിമകൾ OTTയിലേക്ക് വരുമ്പോൾ ആളുകൾ ആലോചിക്കാം, ഒന്ന് വെയിറ്റ് ചെയ്താലും OTTയിൽ വരുമല്ലോ എന്നൊക്കെ ആലോചിക്കും. അതോടൊപ്പം OTTയിൽ വരുന്ന സിനിമകൾ പല ബിരുദന്മാരും അത് ടെലഗ്രാമിൽ അയച്ചു കൊടുത്തിട്ട് ഫ്രീ ആയിട്ടും ആളുകൾ കാണും. ഇങ്ങനെ വരുമ്പോൾ OTT സംസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ സ്പ്ലിറ്റ് ആകും. ഇത് കുറച്ച് കഴിഞ്ഞാൽ OTT റൈറ്റ്സ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും പറഞ്ഞു, സന്തോഷ് പണ്ഡിറ്റിന് അസൂയാണ്, കാരണം സന്തോഷ് പണ്ഡിറ്റിന്റെ പടം OTTക്കാർ എടുക്കണില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര അസൂയ എനിക്ക് എന്ന് പറഞ്ഞു. ഇപ്പോൾ നിർമ്മാതാക്കൾ തന്നെ പറയുന്നു OTT റൈറ്റ്സ് ഇല്ല. സിനിമ എടുക്കുന്ന നിർമ്മാതാക്കൾ ശരിക്കും മനസ്സിലാക്കിക്കോ, ഇപ്പോൾ ഓഡിയോ റൈറ്റ്സ് ഇല്ല, CD DVD റൈറ്റ്സ് ഇല്ല, ആരും കാണുന്നില്ല. സാറ്റലൈറ്റ് റൈറ്റ്, ഇവിടുത്തെ ഓരോ ചാനലുകളും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത പൈസ അവർ ഒരു വർഷം പുതിയ സിനിമകൾ എടുക്കാൻ മാറ്റിവെക്കുന്നുണ്ട്. ഇപ്പം മാക്സിമം 2-3 ചാനലുകളാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ എടുക്കുന്നത്. അതായത് അവർ 1 കോടി രൂപ അവർ മാറ്റിവെക്കുന്നു വിചാരിച്ചു. മാക്സിമം ഈ 1 കോടി രൂപയ്ക്ക് തമിഴ് സിനിമ, നല്ല ഹിറ്റാവുന്ന തമിഴ് സിനിമകൾ എടുക്കണം, ഹിന്ദി സിനിമ എടുക്കണം, അതിൻ്റെ കൂടെ നമ്മളെ ഹിറ്റാവുന്ന ചില സിനിമകൾ. ഇവിടെ 300 സിനിമ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഇത്രയും ആകെ ഈ 3 ചാനലുകാർക്ക് ഈ 300 സിനിമ എങ്ങനെ എടുക്കാൻ പറ്റും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ തെളിയിച്ചു തരാം. ഒരു 5 സിനിമകൾ തമിഴ്, അതായത് വിജയ് അല്ലെങ്കിൽ അജിത്ത്, ഇവരിങ്ങനെയുള്ള അതേപോലുള്ള ബ്രഹ്മാണ്ഡ സിനിമകൾ, രാജമൗലി സാറൊക്കെ ചെയ്യുന്ന പോലത്തുള്ള ബ്രഹ്മാണ്ഡ സിനിമകൾ, ഇതേപോലുള്ള സിനിമകളുടെ മലയാളം പതിപ്പിന് അവരൊരു പൈസ കണ്ടെത്തണം. പ്ലസ് നമ്മളെ ടീമിൻ്റെ ഈ 300 പടത്തിൻ്റെ അതിൽ ഹിറ്റാവുന്ന സിനിമകൾ എത്ര സിനിമ അവർക്ക് വാങ്ങാൻ പറ്റും? 5 സിനിമ, മാക്സിമം 10 സിനിമ, അതിൽ കൂടുതൽ അവർക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ 3 ചാനലുകളും കൂടെ ചേർന്നാൽ മാക്സിമം 30 സിനിമയല്ലേ ഒരു വർഷം അവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ മാക്സിമം. അപ്പോൾ അവർക്ക് കൊടുക്കാൻ സാധ്യതയുള്ള പൈസ എന്താണ്? 5 കോടിയിൽ കൂടുതൽ കൊടുക്കാനില്ല. അതായത് മലയാളത്തിൽ ഇപ്പോൾ ഒരു വർഷം 300 സിനിമയാണ് ഇറങ്ങുന്നതെങ്കിൽ 30 സിനിമ മാക്സിമം ഇവിടുത്തെ ചാനലുകാർ വാങ്ങിച്ചാലും 270 സിനിമകൾക്ക് ഇവിടുത്തെ സാറ്റലൈറ്റ് റൈറ്റ് ഇല്ല. ഇനി OTTയിലേക്ക് വരാം. OTT റൈറ്റ്സ് കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു OTT റൈറ്റ്സ് കൂടെ കിട്ടിയെന്ന് പറഞ്ഞ് ചാടിക്കളിച്ചപ്പോൾ അന്നത്തെ കാര്യത്തിൽ അത് ഓക്കെയാണ്
പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? അവർക്ക് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതുപോലെ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് വേണ്ടത്. അന്ന് തിയേറ്ററുകളിൽ 100 ദിവസം വരെ ഓടാൻ സാധ്യതയുള്ള പല സിനിമകളും, ഞാൻ സിനിമകളുടെ പേര് പറയുന്നില്ല, ആർക്കും ഒരു വിഷമമുണ്ട്, പല സിനിമകളും ചാടിക്കേറി വലിയ ലാഭം കിട്ടി. കാരണം ഞങ്ങൾ 10 കോടിക്ക് എടുത്ത് 25 കോടിക്ക് വിറ്റ് 15 കോടി ഒറ്റയടിക്ക് ലാഭം. കാരണം അത് ഇനി തിയേറ്ററിൽ പോയാലും അല്ല, ആ പെർസെപ്ഷനിൽ ചിന്തിക്കുകയാണെങ്കിൽ ലാഭം തന്നെയാണ്. കാരണം തിയേറ്ററിൽ പോയി തിയേറ്ററിൽ ഒരു ചിലപ്പോൾ ഒരു 50-60% അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ പോസ്റ്റർ അടിക്കുന്ന പൈസ, അതിൻ്റെ ബാക്കിയുള്ള ഒരു ചിലവും ഇല്ലാതെ ഒരു 10 കോടിക്ക് എടുത്ത് ഒറ്റയടിക്ക് 25 കോടി കിട്ടുക എന്ന് പറഞ്ഞാൽ 15 കോടി ലാഭം എന്ന് അന്ന് ചിന്തിച്ചത് ഓക്കെയാണ്. പക്ഷേ അവർക്കെല്ലാം ആവശ്യത്തിന് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഇപ്പോൾ OTT റൈറ്റ്സ് എന്ന റൈറ്റ്സ് ഇല്ല. ഇപ്പം എന്ത് സംഭവിച്ചു? സാറ്റലൈറ്റുകാർക്ക് വേണ്ട. കാരണം എന്താണ്? നിങ്ങൾക്ക് തന്നെ നോക്കിയറിയാം, ഇവിടെ ഇപ്പോൾ ഒരു കേബിൾ TV ഒക്കെ ഉള്ള ആ സംസ്കാരത്തിൽ നിന്നൊക്കെ ആളുകൾ മാറുന്നു. ഇപ്പം എല്ലാവരും ഒരുവിധം പരിപാടികളെല്ലാം മൊബൈലിലാണ് കാണുന്നത്. ഒറ്റ വാക്കിന് ഞാൻ പറയാം, ഇപ്പം മുമ്പ് ഈ ക്രിക്കറ്റുകാരും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരും TV-യിലിരുന്ന് കാര്യമായിട്ടിരുന്ന് കാണും. ഇപ്പോൾ TV-യിലിരുന്ന് ക്രിക്കറ്റൊക്കെ കാണുന്ന എത്ര ആൾക്കാരെ നിങ്ങളെ പരിചയത്തിലുണ്ട്? അതില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ മാക്സിമം സ്ത്രീകളൊക്കെ സീരിയലുകൾ TV-യുടെ മുന്നിലിരുന്ന് കാണുന്നു. പക്ഷെ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഓരോ ജോലികളുള്ള ആളുകൾക്കൊക്കെ സീരിയലല്ല അവർ കാണുന്നത് യൂട്യൂബിലൂടെയാണ്. അപ്പം അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഈ ചാനലുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിളിംഗ് ആണ്. അവർക്ക് കിട്ടുന്ന പരസ്യങ്ങൾ അതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് പോകുന്നത്. അതായത് പല പരസ്യങ്ങളും ആളുകൾ കൊടുക്കുന്നത് ഫേസ്ബുക്കിനും യൂട്യൂബിനും മറ്റു സോഷ്യൽ മീഡിയയിലൂടെയാണ്. അങ്ങനെ വരുമ്പോൾ വലിയ ചാനലുകൾക്ക് പരസ്യം കുറവാണ്. അപ്പോൾ അവർ ഈ സിനിമ എടുത്താലും ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം 2 ദിവസം കൂടിയ പടമാണെങ്കിലും ആ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ഇന്ന് നിങ്ങൾ കാണുമെന്നൊക്കെ പറയുമ്പോഴേക്ക് ഇതൊക്കെ ഇവിടെ ഈ OTT-യിലൊക്കെ വന്ന് ടെലഗ്രാമിലെല്ലാം അങ്ങനെ ആളുകൾ കാണുന്ന സിനിമയാണ്. ആളുകൾ കാണുന്നില്ല, റേറ്റിംഗ് ഇല്ല, പരസ്യമില്ല, അതുകൊണ്ട് സാറ്റലൈറ്റ് റൈറ്റ് ഇല്ല. അപ്പോൾ ഓഡിയോ റൈറ്റ്സ് ഇല്ല, CD DVD റൈറ്റ്സ് ഇല്ല, ഇവിടെ സാറ്റലൈറ്റ് റൈറ്റ് ഇല്ല. ഇപ്പോൾ അവസാനമായി OTT-ക്കാർക്കും സിനിമ വേണ്ട. വലിയ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയ്ക്ക് പോലും ഇപ്പം, അതായത് ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ്, ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് പോലും 1 കോടി പോലും തരില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ്. കാരണം ഇവർക്ക് എന്ത് കൊടുക്കുന്ന അവർക്ക് നഷ്ടമാണ് യഥാർത്ഥത്തിൽ. കാരണം അവർക്ക് ഇതുകൊണ്ട് ഒരു ഗുണം കിട്ടുന്നില്ല. പുതിയ സബ്സ്ക്രൈബേഴ്സ് കയറിയാൽ മാത്രമേ ഗുണമുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത് വലിയ ഹിറ്റാവാത്ത സിനിമകൾ ഈ OTT എടുക്കുന്ന അവർക്ക് നഷ്ടമല്ലേ? ഇതുകൊണ്ട് പ്രശ്നം എന്തുണ്ടായി? സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ പോലും റിലീസ് നീട്ടി വെക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. കാരണം ഒരു തരത്തിലുള്ള റൈറ്റ്സും കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ആകെ ചെയ്യാവുന്ന എന്താണ്? ഒരു നമ്മൾ സോഷ്യൽ മീഡിയ റൈറ്റ്സ് പോലും പലർക്കും വേണ്ട. കാരണം ഒരുപാട് ചവറ് പോലത്തെ സിനിമകൾ വരുന്നു. പിന്നെ പലരും ഇതൊക്കെ കുറച്ചും കൂടെ ഈസി ആയി എന്ന് പറഞ്ഞാൽ കൂടുതൽ മെറ്റീരിയലുകൾ വരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ സിനിമയെ വേണമെന്നൊന്നുമില്ല, അങ്ങനെ എത്തി. ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു സിനിമ എടുത്തവന് ആദ്യ ദിവസത്തെ ആദ്യ ഷോയിൽ തന്നെ ഒരു തീരുമാനം, പടം നല്ല ഹിറ്റ് ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ OTT-കാരൊക്കെ എടുക്കും. പക്ഷെ പടം പൊട്ടുകയാണെങ്കിൽ ആ നിർമ്മാതാവ് അയാൾ പേര് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ പടം അതിലിടേണ്ട അവസ്ഥ വരും. യൂട്യൂബിന്റെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ 1 ലക്ഷം വ്യൂവേഴ്സ് എല്ലാം വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഫുൾ മൂവി ഒക്കെ ആണെങ്കിൽ 15,000 രൂപ കിട്ടും. അല്ലെങ്കിൽ സോങ് ഒക്കെ ആണെങ്കിൽ 1 ലക്ഷത്തിന് 5,000 രൂപയൊക്കെ കിട്ടും. മാക്സിമം കട്ടിച്ചു പിടിച്ച ഒരു സിനിമ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ മാക്സിമം ഒരാൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഒരു 40 to 50 ലക്ഷം രൂപ വരെ അവർക്ക് വേണമെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ ബിഗ് ബഡ്ജറ്റ് സിനിമ എടുക്കുമ്പോൾ അവരെങ്ങനെ മുന്നോട്ട് പോകും? അത് 50 കോടിയുടെ പടം, 100 കോടിയുടെ പടം, ഇത്രയും വലിയ നഷ്ടത്തിലേക്കാണ് അവർക്ക് വരിക. ഇത് കഥയുടെ ഒരു വശം. അതോടൊപ്പം നിർമ്മാതാക്കൾ പറയുന്ന വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് മലയാള സിനിമയിലെ ഈ കളക്ഷൻ തള്ളുകളെ കുറിച്ച്. അതായത് കുറേ കോടികൾ കിട്ടി എന്ന് പറഞ്ഞ വെറും തള്ളാണ്. പല നടന്മാരും അങ്ങനെ തള്ളിയില്ലെങ്കിൽ ആ നിർമ്മാതാക്കളെ ചീത്ത വിളിക്കുന്നു. ആ നടന്മാരുടെ ചീത്ത വിളി കേൾക്കാൻ വയ്യാന്ന് പറഞ്ഞ് വിഷമം കൊണ്ടും കിട്ടാത്ത കോടികൾ കിട്ടിയെന്ന് പറയണം. അതായത് 10 കോടി കിട്ടിയാൽ 100 കോടി കിട്ടിയെന്ന് പറയേണ്ട ഗതികേട് നിർമ്മാതാവിന് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് ശരിയാണെന്ന് അറിയില്ല. പക്ഷേ ഈ വിഷയം സന്തോഷ് പണ്ഡിറ്റ് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. അതായത് ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു മിനിമം ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യമാണ് ഈ കളക്ഷൻ തള്ളുകൾ. 200 കോടി കിട്ടി, 300 കോടി കിട്ടി എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്, അറിയാം. അപ്പൊ അതിലെ ഒരു പകുതി ആളുകളെങ്കിലും ഒന്നുകിൽ വളരെ പ്രായം കൂടിയവരും അല്ലെങ്കിൽ തീരെ കുഞ്ഞു കുട്ടികളുമാണ്. അതായത് ഒരു സിനിമ കാണാൻ പോകാനുള്ള ഉള്ള ആളുകളല്ല. അപ്പൊ അതില് 1.25 കോടി ജനങ്ങൾ വന്നു. ഈ 1.25 കോടി ജനങ്ങളും ഭയങ്കര സിനിമ ഭ്രാന്തന്മാരല്ല. 1 കോടി ജനങ്ങളെ അതിൽ മാക്സിമം സിനിമ കാണുന്നവരായിട്ടുള്ളൂ. ശരി, ഈ 1 കോടി ജനങ്ങളും ഒരു സിനിമ നല്ലതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ചാടിക്കറി കാണുന്നവരാണോ? വെറുതെ ഒന്ന് ചിന്തിക്കൂ. ഞാൻ പറയുന്നത്, ചില ആളുകൾ ഹോസ്പിറ്റലിലായിരിക്കും, ചില ആളുകൾക്ക് സെമസ്റ്ററിന്റെ എക്സാം ഉണ്ടാവും. അങ്ങനെ പല പല എന്തെല്ലാം കാരണങ്ങൾ ഒരു മനുഷ്യനുണ്ടാവും. അല്ലാതെ 28 ദിവസത്തിനിടയിൽ നമ്മളൊരു സിനിമ പോയി കാണണം, അല്ലെങ്കിൽ പിന്നെ അത് OTT-യിൽ വരുമല്ലോ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ സ്വന്തം അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം
കാന്താര എന്ന കന്നഡ സിനിമ വളരെ നല്ല സിനിമയാണ്. ആ സിനിമ ഇറങ്ങിയ വെരി ഫസ്റ്റ് ഡേ എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ ഈ സിനിമ ഞാൻ 28ാമത്തെ ദിവസം ആ സിനിമ അത് അടുത്ത ദിവസം മുതൽ ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോവാണ്. കാരണം OTT വന്നപ്പോൾ തിയേറ്ററുകാർ ഒഴിവാക്കുകയാണ്. അപ്പോൾ ആ 28ാമത്തെ ദിവസം ഞാൻ എങ്ങനെയോ ആണ് ആ സിനിമ കാണുന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം സിനിമയുടെ ഷൂട്ടിംഗ് രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ സിനിമ കാണാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ അവസാനം ആ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ടതാണ്. അപ്പം നമ്മൾ കാണുന്ന ആഗ്രഹിക്കുന്ന പല സിനിമകളും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പോയിട്ട് അവിടെ ടിക്കറ്റ് കിട്ടുന്നില്ല. നമുക്ക് എത്രയോ സിനിമകൾ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് പിന്നീട് ലൈഫിൽ ആ സിനിമ കാണാത്ത എത്രയോ സിനിമകളുണ്ട്. അപ്പൊ ഇവിടെയും എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്നു സിനിമയ്ക്ക് പോകാനുള്ള ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ എല്ലാ ഇതുണ്ട്, പക്ഷേ നമുക്ക് ആ സിനിമ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ 1 കോടി ജനങ്ങളും സിനിമ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞാൽ പല ആളുകളും ടെലഗ്രാമിൽ വരട്ടെ, ചില ആളുകൾ വിചാരിക്കും അത് എന്തെങ്കിലും TV യിൽ വരുമ്പോൾ കാണാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൻ്റെ അടുത്തൊന്നും തിയേറ്റർ ഇല്ല, അവർ തിയേറ്ററിൽ പോകണം തന്നെ കുറച്ച് ദൂരം പോകണം. അപ്പൊ അതിനുള്ള മാനസികാവസ്ഥ ഒന്നും പലർക്കും ഉണ്ടാവില്ല. പിന്നെ ചിലരെ കയ്യിൽ ഭയങ്കര സിനിമ ഭ്രാന്തുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് അത്രയും 1 കോടി ജനങ്ങൾ ഒരു സിനിമ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതിലും പകുതി, ദാറ്റ് ഈസ് 50 ലക്ഷം ആളുകളാണ് ഏറ്റവും നല്ല സിനിമ എന്ന് പറഞ്ഞതിനെ കാണുന്നത്. അത് മാത്രം ഗുണിച്ച് നോക്കി എനിക്ക് അറിയാൻ പറ്റും 75 കോടി വരുള്ളൂ. മാക്സിമം ഒരു എവറേജ് 150 നമുക്ക് എവറേജ് കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, എന്നാലും എവറേജ് അങ്ങനെ കൂട്ടുകയാണ്. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് മലയാളത്തിലെ ബാഹുബലി 2 എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ എങ്ങനെ ഓടി എന്നുള്ളത്. ഞാൻ കേരളത്തിലെ പല സിനിമകളെ കുറിച്ച് എനിക്ക് പറയാൻ തെളിവുണ്ട്, പക്ഷെ ആരെയും വേദനിപ്പിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ തള്ളിനെ കുറിച്ച് അധികം പറയാത്തത്. ബാഹുബലി 2 എന്ന സിനിമ 40ാം ദിവസം പോലും ഹൗസ്ഫുള്ളിലെ കോടി സിനിമയാണ്. ഈ സിനിമ മാക്സിമം കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 76 കോടി രൂപയാണ്. ആരോ ചെയ്ത പുണ്യം കൊണ്ട് ഈ ബാഹുബലി 2 നായകനായി വന്നത് പ്രഭാസാണ്. ഇത് മലയാളത്തിൽ ഏതെങ്കിലും ഒരു നടനായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും 76 കോടിക്ക് 276 കോടി കിട്ടിയേ മറ്റവനെ കിട്ടിയില്ലേ ഇവിടെ ചാടി കളിക്കുന്നുണ്ടാവും. അവരുടെ ആരാധകർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഈ പ്രഭാസ് എന്ന് പറയുന്ന നടനെ ഇങ്ങനെ ഒരു ഗതികേടില്ലാത്തതിനാൽ അദ്ദേഹം ഉള്ള സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം ഓടിയിട്ട് ഇത്രയും പൈസ കിട്ടാനില്ല. പിന്നെ പല സിനിമകളും കേരളത്തിന് പുറത്ത് ഓടിയിട്ട് കിട്ടുന്നുണ്ടാവും, അത് അംഗീകരിക്കുന്നു. പക്ഷെ കേരളത്തിന് പുറത്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മളെ 100 രൂപ എന്ന് പറയുന്നത് ഗൾഫിലോ ബാക്കിയുള്ള അമേരിക്കയിലോ പൈസയ്ക്ക് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ കളക്ഷൻ്റെ കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ പലപ്പോഴും ഈ നിർമ്മാതാവ് പലപ്പോഴും അതിനൊക്കെ റൈറ്റ്സ് കൊടുക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന നിർമ്മാതാവിന് വലിയ മെച്ചൊന്നും കിട്ടുന്നില്ല. അപ്പോൾ കളക്ഷന്റെ തള്ളു ഇപ്പോൾ നിർമ്മാതാക്കൾ തന്നെ തുറന്നു പറയുകയാണ്. പിന്നെ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ താരങ്ങളുടെ ആരാധകരായ ആളുകൾ വെറുതെ എൻ്റെ നടന്ന 100 കോടി മറ്റവരെ 500 കോടി പറഞ്ഞ് ബഹളം വെക്കാതെ ഇനിയെങ്കിലും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഈ കാര്യങ്ങളെ കാണണം. ഇനി ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ പറയുന്നു, സൂപ്പർ സ്റ്റാറുകളെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ ഇപ്പോൾ അതായത് ഒരു സാറ്റലൈറ്റ് റൈറ്റ് ഉള്ള ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേറൊരു നിർമ്മാതാവിന് വേണ്ടി സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓരോ താരങ്ങളും അവനവൻ്റെ സിനിമ അവർ തന്നെ നിർമ്മിക്കുക, ഇതാണ് ഒരു ഓപ്ഷൻ. പറ്റുമെങ്കിൽ അവർ തന്നെ സംവിധാനം ചെയ്യുക, അവരുടെ സംവിധാനം കൊടുക്കുന്ന പൈസ ലാഭിക്കാനും അങ്ങനെ ഒരു മെത്തേഡ് ചിന്തിക്കാം. കാരണം ഭൂരിഭാഗം സിനിമകളുടെ നഷ്ടം എന്ന് പറയുന്നത് ആ നടനെ കൊടുത്ത പൈസയ്ക്കും അധികം സംഭവിക്കുക ടോട്ടൽ കൂട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇതൊന്ന്, കാരണം നടന്മാർ നിർമ്മിക്കുന്ന 90% സിനിമകളും ഇവിടെ ഹിറ്റാണ്. നിങ്ങൾ പലതരത്തിലുള്ള കൊറിയൻ സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങൾ ഹോളിവുഡ് സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ മലയാള സിനിമ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ടത് ഇവിടെ നടന്മാർ നിർമ്മിക്കുന്ന സിനിമകളുടെ വിജയ ശതമാനവും ഇതേ നടന്മാർ മറ്റുള്ള നിർമ്മാതാക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ മറ്റുള്ള നിർമ്മാതാക്കളുടെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രൈക്ക് റേറ്റ് ആണ് നിങ്ങൾ ശരിക്കും നോക്കേണ്ടത്. ഞാൻ പറയുന്നു, എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നടന്മാർ നിർമ്മിക്കുന്ന സിനിമകൾ ഒരുപാട് ഹിറ്റ് ആവാറുണ്ട്. കാരണം അവർ കൃത്യമായി സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട്, നല്ല സ്ക്രിപ്റ്റ് മാത്രമേ അവർ പൈസ മുടക്കാറുള്ളൂ. പിന്നീട് ഇന്നേ വരെ മലയാള സിനിമയിൽ ഒരു നടൻ നിർമ്മിച്ച ഏത് നടന്മാരായിക്കോട്ടെ, അയാൾ തന്നെയാണ് അതിൽ സിനിമ നിർമ്മിക്കുന്നെങ്കിൽ 60 ദിവസത്തെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ 61 ദിവസം ആവുന്നില്ല. ഇതേ നടന്മാർ മറ്റുള്ളവരുടെ സിനിമകളിൽ പോകുമ്പോൾ 60 ദിവസം പറഞ്ഞാൽ ചിലപ്പോൾ 100 ദിവസമാവും. എല്ലാവരുടെ കാര്യത്തിലും സംഭവിക്കുന്നില്ല. ഇതിൽ നടൻ്റെ കുറ്റമില്ല. കാരണം ഈ സംവിധായകൻ എന്ന് പറയുന്നവരെ തലയും പാലും ഇല്ലാത്തവരും കൃത്യമായി മാർക്കറ്റിംഗ് അറിയാത്ത ആളുകളും അല്ലെങ്കിൽ 60 ദിവസത്തെ ഷൂട്ട് 120 ദിവസമായ 60 ദിവസം കൂടെ നിന്ന് കുടിച്ച് കൂടാലോ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട നിർമ്മാതാവിനെ വഴിയാക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ പക്ഷേ ഈ സംവിധായകനെ കുറിച്ച് ഒരു കൃത്യധാരണയുള്ളത് കൊണ്ട് നടന്മാരെന്ത് ചെയ്യും, കൃത്യമായി സംവിധായകനോട് പറയും, അതെ 60 ദിവസത്തെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ 50 തീർത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവരും അനാവശ്യ ചെലവുകളൊക്കെ ചുരുക്കി അവർ കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് അവരുടെ സിനിമകൾ ഹിറ്റാവുന്നുണ്ട്. ഇതേ നടന്മാർ മറ്റു സ്ഥലത്ത് പോകുമ്പോൾ അവരെ കുറ്റമല്ല, ഈ നിർമ്മാതാവ് എന്ന് പറഞ്ഞ മനുഷ്യനെ പലപ്പോഴും ബോധമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വശം.
പിന്നെ പലപ്പോഴും നിർമ്മാതാക്കളുടെ പെർസെപ്ഷൻ എന്താണ്, ചില ആളുകൾക്ക് എവിടുന്നെങ്കിലും കിട്ടിയ പൈസ, ചിലപ്പോൾ ഗൾഫിൽ പോയി അല്ലെങ്കിൽ എങ്ങനെ വാട്ടവർ എങ്ങനെയോ ഒരു പണക്കാരനായി തിരിച്ചു വരുന്നു, ഇങ്ങനെയുള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട നടനെ വെച്ച് സിനിമ ചെയ്യും. അപ്പോൾ ആ സിനിമ അവരെ പല രീതിയിലും ഷൂട്ടിങ്ങിനിടെ പലരും പറ്റിക്കുന്നുണ്ടാവും. പക്ഷേ ഫ്രീ ആയി കിട്ടിയ പൈസയോ എങ്ങനെയോ കിട്ടിയ പൈസയ്ക്ക് ആയതുകൊണ്ട് ഇവർക്കൊന്നും പണത്തിന് വിലയില്ല. ഇതാണ് ഒരു വിഭാഗം ആളുകൾ ഇവരെ ശരിക്കും പറ്റിച്ച് ജീവിക്കുന്നത്. വേറൊരു വിഭാഗം നിർമ്മാതാക്കൾ എങ്ങനെയാണ്, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മതപ്രചരണമാണ് പ്രധാനം. അപ്പോൾ ഇനി എത്ര പൈസ പോയാലും തിരക്കില്ല, എൻ്റെ മതം ഒന്ന് പ്രചരിപ്പിക്കാലോ. അല്ലെങ്കിൽ ചില ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കലാണ്. മലയാള സിനിമയിൽ വരുന്ന കുറേ സിനിമകൾ അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കും തന്നെ സിനിമകൾ പൊട്ടിയാൽ അവർക്ക് പ്രശ്നം വരുന്നില്ല. ഇതാണ് വേറൊന്ന്. വേറൊരു ടീമിനെ കള്ളും കഞ്ചാവും പ്രൊമോട്ട് ചെയ്യലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കഞ്ചാവ് മാഫിയെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, പല മലയാള സിനിമകളിൽ ഈ കഞ്ചാവ് റെഫറൻസ് പോകുന്നുണ്ട്. കഞ്ചാവ് പ്രധാനമാണ് അത് ഇത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെ കേൾക്കുന്നു, ഈ കഞ്ചാവ് മാഫിയ കഞ്ചാവിന് റെഫറൻസ് വന്നു കഴിഞ്ഞാൽ ഒരു റെഫറൻസിന് 5 ലക്ഷം രൂപ വെച്ച് ഈ സംവിധായകനെ കൊടുക്കാറുണ്ട്, നിർമ്മാതാവിനെ കിട്ടുന്നില്ല. അപ്പോൾ ഈ സംവിധായകൻ അത്യാവശ്യം കഞ്ചാവിൻ്റെ ആളാണെങ്കിൽ അയാൾ കഞ്ചാവ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു. കാരണം കഞ്ചാവ് മാഫിയയിൽ നിന്ന് ഇങ്ങനെ പൈസ അടിച്ചു മാറ്റും, നിർമ്മാതാവിനൊന്നും കിട്ടൂല. അപ്പോൾ അവിടെയും പണം ഇവർക്കൊരു പ്രശ്നമാവുന്നില്ല. അല്ലെങ്കിൽ മറ്റ് ചില ഉദ്ദേശങ്ങൾ കൊണ്ട് മാത്രം വരുന്ന നിർമ്മാതാക്കളാണെങ്കിൽ ഇവരെന്ത് പറഞ്ഞാലും കേൾക്കും, കാരണം അവരെ ഉദ്ദേശം മറ്റു പലതുമാണ്. അങ്ങനെ വരുമ്പോഴും പണം നോക്കാതെ അവരിഷ്ടംമാതിരി പൈസ ചെലവാക്കുന്നു. ഇപ്പോൾ ഈ അവസാനത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ ചില കാര്യങ്ങളാണ്. അതായത് 2.5 കോടിയോളം രൂപ ചെലവാക്കിയ ഒരു സിനിമയ്ക്ക് ആകെ കിട്ടിയത്, കേരളം മുഴുവൻ ഓടി കിട്ടിയത് 10,000 രൂപയാണ്. 2.5 കോടി ചെലവാക്കി 10,000. വേറെ ചില സിനിമകൾക്ക് 4 കോടിക്ക് തീർക്കാമെന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, ഇവിടെ 3 ഗ്രേഡ് നടന്മാരുണ്ട്. ഒരു സെക്കൻഡ് ഗ്രേഡ് നടന്ന ഒരു സിനിമ 4 കോടിക്ക് തീർക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ 30 കോടികളൊക്കെ ആയെന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ആകെ അവർക്ക് തിരിച്ചു കിട്ടി 2.5 കോടിയൊക്കെയാന്ന് പറയും. അപ്പോൾ 4 കോടി എനിക്ക് തീർക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സിനിമ 5 കോടി ആവുന്നത് ഒരു പരിധി വരെ ഓക്കെയാണ്, 6 കോടി ഓക്കെയാണ്, പോട്ടെ 8 കോടി ഓക്കെയാണ്. 4 കോടി എന്ന് പറഞ്ഞിട്ട് 30 കോടി 20 കോടി ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയൊക്കെ തന്നെയും പല സംവിധായകരും കൃത്യമായി ഇവിടെ നിർമ്മാതാക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 2015 സന്തോഷ് പണ്ഡിറ്റ് വന്ന കാര്യം കൂടെ പറയാം. ഞാൻ അന്ന് ലോ ബജറ്റ് സിനിമ എടുത്തപ്പോൾ അവിടെ പല ആളുകളും അയ്യോ മലയാള സിനിമ തകർന്നേ, 5 ലക്ഷത്തിന് പടം എടുക്കുന്നതെന്നുണ്ട് കരഞ്ഞടക്കരുത്, ഒരു രാത്രി ഉറക്കില്ല. ഇപ്പോൾ മനസ്സിലായല്ലോ, സന്തോഷ് പണ്ഡിറ്റ് 12 സിനിമ ചെയ്യുമ്പോൾ 12 സിനിമ ഇവിടെ ഹിറ്റുകൾ തന്നെയാണ്. ഒരിക്കൽ പോലും സന്തോഷ് പണ്ഡിറ്റിന്റെ കൈകൊള്ളിയിട്ടില്ല. അതുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് 13ാമത്തെ സിനിമയിലേക്ക് പോകുന്നത്. ലോ ബജറ്റ് സിനിമ ചെയ്യുക എന്നുള്ളതും ഒരു മെത്തേഡാണ്. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ 300 സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 20 സിനിമയ്ക്ക് ഹിറ്റാവുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ശരിക്കും അതിൽ 150 സിനിമയെങ്കിലും ഹിറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ബജറ്റ് നന്നായി കുറയ്ക്കണം. അതായത് എനിക്ക് ഇനിയെങ്കിലും ഇവിടുത്തെ നിർമ്മാതാക്കളോട് പറയാനുള്ളത്, എഴുതി തീർത്ത സ്ക്രിപ്റ്റിൽ ചെയ്യുക. പിന്നെ സിനിമയുടെ ലെങ്ത് ഇത്രയൊന്നും കൂട്ടരുത്. 2.25 മണിക്കൂർ 3.25 മണിക്കൂർ അത് നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ നട കഴിയുന്ന 1.5 മണിക്കൂർ 1.25 മണിക്കൂർ സിനിമ എടുക്കുക. കാരണം ഓരോ നടനും ഇവിടെ മാക്സിമം ഒരു തലയ്ക്ക് ഒരു വിലയിട്ട് വെച്ചിരിക്കുന്നു ഇവിടുത്തെ ചാനലുകാർ അല്ലെങ്കിൽ OTT-കാർ. അപ്പോൾ അവരെ ആ നടന്റെ പടം 1.25 മണിക്കൂറാണെങ്കിൽ 2.25 മണിക്കൂറാണെങ്കിൽ 3.25 മണിക്കൂറായാലും നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഒന്നാണ്. എങ്കിൽ കുഞ്ഞു പടങ്ങൾ എടുക്കുക. ആദ്യം തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളോട് പറയുക, എനിക്ക് കുഞ്ഞു പടമാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് എഴുതി തീർത്ത സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സീൻ ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യരുതെന്ന് പറയാം. കൃത്യമായിട്ട് നിങ്ങൾ വെറുതെ അഭിനയിച്ച് നോക്കുക, ഈ 1.5 മണിക്കൂർ സിനിമ തീരുന്നുണ്ടോ നോക്കുക. പിന്നെ പാട്ടുകളൊക്കെ മാക്സിമം കുറയ്ക്കുക. കാരണം ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പോലെ എനിക്കൊക്കെ എൻ്റെ സിനിമയിൽ 8 പാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പാട്ട് കഥ അതിൻ്റെ പാട്ട് എഴുതിയിട്ടും സംഗീതമായാലും പാടിയിട്ടായാലും അത് വിഷ്വൽ ചെയ്യാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടില്ല. എല്ലാ സംവിധാനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഇതുപോലല്ലോ പണം മുടക്കുന്ന നിർമ്മാതാക്കൾക്ക് ഭൂരിഭാഗം പണം മുടക്കാനുള്ള പൈസ കയ്യിലുണ്ട് എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഇല്ലാത്തവരാണ്. അപ്പം അങ്ങനെയുള്ളവർ വീണ്ടും ഇതേപോലത്തെ പാട്ടും ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി കുഞ്ഞു പടങ്ങൾ എടുക്കുക. 15-20 ദിവസത്തിനിടയിൽ ഷൂട്ട് തീർന്നിരിക്കണം. അതേപോലെ സ്ക്രിപ്റ്റ് നോക്കി അതിൽ ഇങ്ങനെ വലിയ ക്രൗഡുള്ള സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സംവിധായകനോട് അതെല്ലാം കട്ട് ചെയ്യാൻ പറയുക, അതൊന്നും നടക്കൂല എന്ന് പറയാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം കുഞ്ഞു പൈസയ്ക്ക് പടം തീർക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തടിയൂരാം. എങ്ങനെ പോയാലും തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷനിലൊക്കെ ഒപ്പിക്കാം. ഇനി അതല്ല, അതായത് എല്ലാ കാര്യങ്ങളിലും നിർമ്മാതാക്കൾ ഇടപെടണം. എന്നാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇനി പ്രമുഖ നടന്മാർ അവരുടെ സിനിമ അവർ നിർമ്മിക്കുന്നു. അതേപോലെ മറ്റുള്ള നിർമ്മാതാക്കൾ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യുന്നവർ അവരെന്ത് ചെയ്യുക? എൻ്റെ അഭിപ്രായത്തിൽ നിർമ്മാതാവ് ഒരു പൈസ ഇടുക, സംവിധായകൻ ഒരു പൈസ ഇടുക, പ്രമുഖ അതിൻ്റെ മെയിൻ നായകനായി വരുന്ന ആളും പൈസ ഇടുക. അതായത് 3 കോടി രൂപയുടെ ഒരു സിനിമയാണെന്ന് വിചാരിച്ചോ, 1 കോടി നിർമ്മാതാവ്, 1 കോടി നായകൻ, 1 കോടി സംവിധായകൻ, 3 ആൾ അവനവൻ്റെ വീട് വെക്കുന്നു, സിനിമ എടുക്കുന്നു. എന്നിട്ട് സിനിമ പൊട്ടുകയാണെങ്കിൽ 3 ആൾ ഒരുമിച്ച് കുത്തുവാലെടുക്കുന്നു. ഇതിപ്പോൾ നിർമ്മാതാവ് മാത്രമാണ് കുത്തുവാലെടുക്കുന്നത്. നമുക്ക് നോക്കിയാൽ പറ്റും മലയാള സിനിമയിൽ എത്രയോ സിനിമകൾ എടുത്തിട്ട് എത്രയോ നിർമ്മാതാക്കൾ ആത്മഹത്യ ചെയ്തു, എത്രയോ പേർ കുത്തുവാളയെടുത്തു. അപ്പോൾ എപ്പോഴും നിർമ്മാതാവിന് മാത്രമാണ്
ഒരു സിനിമ കൊണ്ട് സിനിമ പരാജയപ്പെടുമ്പോൾ നഷ്ടം വരുന്നുണ്ട്. ഇപ്പോൾ ഏത് സിനിമ വരുമ്പോഴും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പലരും പറയാറുണ്ട് അത് എത്രയോ പേരുടെ എഫർട്ട് അല്ലേ, എത്രയോ പേരുടെ എഫർട്ട്, അവർക്കൊക്കെ പൈസയാണ് കൊടുക്കുന്നില്ല. ഒരു സിനിമ കാണുമ്പോൾ നിങ്ങളുടെ ആകെ ആ സിനിമ നിർമ്മിച്ചവൻ്റെ മുഖം മാത്രം നിങ്ങൾ കണ്ടാൽ മതി. എനിവേ, ഈ സന്തോഷ് പണ്ഡിറ്റ് എന്താണോ പ്രെഡിക്റ്റ് ചെയ്തത് അതാണ് കറക്റ്റായി വന്നിരിക്കുന്നത്. ഇനിയും ഞാൻ പറയുന്നു, ഇനി അടുത്ത പ്രഡിക്ഷൻ ഞാൻ പറയുന്നു, 2030 ആകുമ്പോഴേക്കും ഇവിടെ തിയേറ്ററുകളുടെ എണ്ണം കുറയും. മലയാള സിനിമ വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇനി ഒരു ഭാഗം നമുക്ക് കൈവിട്ട് കഴിഞ്ഞു. ഇനിയെങ്കിലും നിർമ്മാതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം ചെലവ് ചുരുക്കി സിനിമ ചെയ്യുക. അടുത്ത ദിവസം ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.